എന്താ മോനെ എന്തൊട്ട് കാട്ടി വെച്ചേക്കണേ? ആദ്യം കാട്ടി ഞാനാ ഇതെന്തിനു കാട്ടിച്ചിരിക്കണേ? ആദ്യം കാട്ടി കാര്യമില്ല. മതിലകത്ത് ഇറക്കിയത് ഞാനാണ്. മതിലകത്ത് കാര്യമില്ല. ഇത് ഇമ്പാക്ട് മോനെ. ഇത് സാധനം ഇമ്പാക്ട് നടക്കണ വല്ല കാര്യം പറയട്ടെ മോനെ. ഇപ്രാവശ്യം മോനെ ഇമ്പാക്ട് നോറ് വരണ്ടല്ല കാലക്കൂടി ഞങ്ങൾ അതുണ്ടോ നീ പേടിച്ചിട്ട് പേടിച്ചതാ? കഴിഞ്ഞ കളി പേടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ഞങ്ങൾ സൗദിയിലായിട്ട് കളിച്ചപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു പേടിയില്ല. പിന്നെ ക്യാബ് പറഞ്ഞിട്ട് കളിച്ചിട്ടുണ്ട്. മെഴുകി പരത്തി നേലുറക്കിണ്ടായാലും ഒരെണ്ണത്തിന് ഞമ്മക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നോർമല ചീന്ത് ഞങ്ങൾക്ക് ആൾക്കാർ പേടിച്ചിട്ട് മൊറോക്ക ചെറിയ മീനല്ല. ഈജിപ്തിനോട്ടുള്ള കളി അർജന്റീന ഈജിപ്ത് എല്ലാരും ചേർത്തിന് കണ്ടോ? അടിക്കും. ഇപ്രാവശ്യം ബ്രസീൽ പൂശും. അല്ലെങ്കിൽ മണ്ണൻ ഇതുവരെ അടിച്ചിരിക്കും. സുൽത്താൻ അടിക്കും. ഇവര് റൊണാൾഡോ. ഞാൻ എനിക്ക് റൊണാൾഡോ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇന്നത്തെ കളി ഉണ്ടല്ല നോർവനധികം ഇന്ന് ഹാലന്റെ കോച്ച് വിടും. ഒരു സംശയം നിങ്ങളെ കളി സാലല്ല സലാം പഠിക്കുന്നില്ല. സലാം അടിക്കും. നമുക്ക് വിഷയല്ല. ബ്രസീൽ പൂശില്ല. നമ്മ നെയ്മർ അടിക്കും. മകനെ മടക്കി വരടാ പൂശോടന്ന്. എനിക്ക് ആളുടെ വ്യക്തിപരം ഒന്നുമില്ല. പക്ഷെ ആളെ കൊണ്ട് കൂട്ടിയാ കൂടി എനിക്ക് ഒന്നുമില്ല. ആളെ കളിപ്പിച്ചും കൂടിയില്ല പാവം. നമുക്ക് ആളൊരു രാത്രി ബുദ്ധിമുട്ടി ഞങ്ങൾ കളിച്ച പതിപ്പുള്ള കളിക്കണേ. ഞങ്ങളൊരാളെ മർദ്ദിക്കാം. അതെ മർദ്ദിക്കണല്ല. ഇവർക്ക് റാഫറിയും ഫിഫയൊക്കെ ഉണ്ട്. പിന്നെ എന്തുട്ടുണ്ട് അതിൽ കൂടുതൽ ലാസ്റ്റ് മിനിറ്റിൽ ശരിക്കും കളിയിലെ നിയമപ്രകാരം ഒരാൾക്ക് ഇഞ്ചറി പറ്റി പോയി അയാളെ പുറത്തിരുത്തി 1 മിനിറ്റ് കളിക്കണം. കഴിഞ്ഞ കളി അവസാന മിനിറ്റ് ഒരു കോർണർ ഇട്ടിട്ട് തഗ്ലാഫിക്കൊക്കെ ഇഞ്ചറി ഇട്ടിട്ടുണ്ടല്ലോ. അയാളെ തിരിച്ചു വിളിക്കുന്ന റഫറി ഒരു പെനാൾട്ടി ആവശ്യമില്ലത്. അർജന്റീന ഫൗളൊന്നും കൊടുക്കില്ല. അർജന്റീന ഫൗളൊന്നും കൊടുക്കില്ല. അർജന്റീനക്കെതിരെ തൊട്ടാലോ നമുക്ക് ഫിഫ വേണ്ട. ഇപ്രാവശ്യം ഒന്നില്ലെങ്കിൽ നെയ്മർ അടിക്കും. അല്ലെങ്കിൽ 2 ടീം. ഞങ്ങൾക്ക് ഒറ്റ ടീം. കൂട്ടുപിടിച്ചുള്ള പരിപാടി 2011 ഞങ്ങൾക്ക് കേൾക്കണം. ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും തെളിയോ കണ്ടോ? ഞങ്ങൾക്ക് അപ്പടിച്ച തുടങ്ങിയാണ് ഈ ചർച്ചില്. അതെല്ലാവർക്കും അറിയാം. അർജന്റീന ഈസ് റിഗഡ്. 2022 വേൾഡ് കപ്പ് അർജന്റീന റിഗഡ്. ഒരു കുഴപ്പമില്ല. പിള്ള മനസ്സിൽ കള്ളൂര് എന്ത് ചെയ്യാൻ പാവങ്ങളെ പേടിക്കണ്ട. ഇന്ന് നോർവെക്കെതിരെ സുൽത്താൻ ഇറങ്ങുന്നുണ്ട്. സുൽത്താൻ ഇന്ന് നോർവനെ പൂളും. യാതൊരു സംശയം. അന്റെ താടിയാൻ പഠിക്കും. നെയ്മർ ഓടിച്ചാൽ മീശ ഞാൻ പഠിക്കും. നെയ്മർ ഗോളൊന്നും അടിച്ചില്ലെങ്കിലും നെയ്മർ ഇന്നത്തെ കളിയിലെ താരം നെയ്മർ ആയിരിക്കും. പൂശും. ഇവർക്ക് നല്ല ബോധ്യമുണ്ട് അവനടിക്കൂല. വിനീഷ്യസ് ഒറ്റ കളി കൊണ്ടോണം. വിനീഷ്യസ് നമ്പർ 7 പ്രത്യേക ഇഷ്ടമാണ്. 7 അതല്ല നെയ്മർ പെർഫോം ചെയ്യും. നമ്മ എല്ലാ ലോകം മൊത്തം ആഗ്രഹിക്കണം. താള ഫുൾ കളി കളിക്കണം. കളിക്കണം. ഇവരെന്തിനു പേടിക്കണേ ബ്രസീലിനെ? ബ്രസീൽ അർജന്റീന സെമി വരട്ടെ. എന്നിട്ട് നമുക്കൊരു പൂളാ. ബ്രസീല് വേൾഡ് കപ്പില് ഇവര് കുറെ നാളായി കളിച്ചിട്ട്. ഇവര് ചെറിയ ടീമുകളെ കുറെ
എന്തുകൊണ്ട് ഗ്രൂപ്പാണ് അവർ അതെ കിട്ടുന്നത് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഇട്ട ഗ്രൂപ്പ് ഒന്നല്ല. ഞാൻ ഒറ്റ കാര്യം പറയാ, ഗ്രൂപ്പ് ഈ കൊളംബിയനായിട്ട് പോർച്ചുഗൽ ജയിക്കായിരുന്നെങ്കിൽ അവർക്ക് ആ ഗ്രൂപ്പ് കിട്ടിയായിരുന്നു. കൊളംബിയനായിട്ട് പോർച്ചുഗലിലൂടെ ഞാൻ പറയുന്നതല്ല, ഈ ഒരു മൊട്ടുണ്ട് അവിടെ ഫിഫയുടെ പ്രസിഡന്റ് അയാൾ ഫുള്ള് ഇവർക്ക് വേണ്ടി സെമി ബ്രസീൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ മെക്സിക്കോ ഈ മൂന്ന് അല്ലെങ്കിൽ നോർവേ ഇത് ജയിച്ചു വരണമെങ്കിൽ അത് വരെ ഫ്ലുവന്റ് ആയിട്ട് പോർച്ചുഗൽ വരെ എടുത്തിട്ടുണ്ട്. പോർച്ചുഗൽ വരാഞ്ഞത് പോർച്ചുഗൽ ആ ഗ്രൂപ്പില്ലേ മര ഗ്രൂപ്പിൽ പോകുന്ന പറ്റാണ്. പോർച്ചുഗൽ വേണ്ടേ, നല്ല ടീമായിട്ട് സ്പെയിൻ ജയിക്കും, ഫ്രാൻസ് ജയിക്കും, പോർച്ചുഗൽ ഫൈനലിൽ കയറും, അതൊരാഗ്രഹം. ബ്രസീലിനെ കിട്ടണമെങ്കിൽ ബ്രസീലിനെ തച്ചോടക്കും ഞങ്ങളുടെ. ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി തച്ചോടക്കാൻ വരെ ബ്രസീൽ തച്ചോടക്കാരെ ബ്രസീലിനെ തച്ചോടക്കാനെ അർജന്റീന ബ്രസീലോടൊക്കെ ഞങ്ങൾക്ക് പറ്റൂല, കാരണം അവർ കയറൂല. അതിന് പോകും നിങ്ങൾ കയറും, നിങ്ങൾ കൊല്ലം റെഡിയാക്കി തന്നേക്കല്ലേ ഫൈനൽ വരുമ്പോ. ഞാൻ കഴിഞ്ഞ കളി പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ കൊടുത്തേണ്ടി. പെനാൽറ്റി ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. ഈ കഴിഞ്ഞ കളി കുറെ സംഭവങ്ങളുണ്ട്. റഫറിയുടെ ഒരു എന്താന്നറിയില്ല, അവർക്ക് അനുകൂലമായിട്ട് കുറെ കാര്യം ചെയ്യേണ്ടത്. എന്ത് മനസ്സിലാവുന്ന ഞങ്ങൾക്ക് ഒന്നുമില്ല. കളിയിൽ നിയമമുള്ളത് ഒരു പ്ലെയർക്ക് ഇഞ്ചർ പറ്റി കഴിഞ്ഞാല് അയാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എടുത്ത് നോക്കിയാൽ മതി. തഗ്ലാഫിയൊക്കെ ഇഞ്ചർ പറ്റിയിട്ട് മൂക്കി പഞ്ഞിട്ടിട്ട് ജേഴ്സി മാറ്റി ഒരു മിനിറ്റ് ആ പ്ലെയർ ഇല്ലാണ്ട് കളിക്കേണ്ടത്. അവർക്ക് ക്യാബോടെ കോർണർക്ക് കിട്ടിയിട്ട് റഫറിമാര് വെയിറ്റ് ചെയ്യിക്കുന്നുണ്ട്. ക്യാബോടെ പ്ലേയേഴ്സ് ഒന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് കളിക്കാത്തത്. അവർ പറഞ്ഞ് പ്ലേയേഴ്സ് ഇഞ്ചിനാ പറ്റിയെന്ന്. അങ്ങനെ ഒരു ആചാരം കണ്ടിട്ടില്ല. ഒരു എന്തിന് പേടിക്കണ ആരെയും ഭയക്കണം, എന്തിനു ഭയക്കണം, എന്തിന് മെസ്സിനെ ഭയക്കണം, അതെ ഏതൊരു ടീമിനും ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ഉണ്ട് റഫറിയുടെ. അത് അവർക്ക് അനുകൂലമായി കഴിഞ്ഞാൽ ചാൻസ് കൂടും, അവർ കളിക്കടിക്കും. കഴിവുള്ള കളിക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും കഴിവില്ലാത്തവനൊന്നല്ല മെസ്സി. അപ്പൊ അതന്നെ അവസരങ്ങൾ കൂടുമ്പോ ഗോളടി കൂടും, അതുപോലെ തന്നെ അവർ ഈ ടീം ഇങ്ങനെ കയറി വരും. പക്ഷെ ബ്രസീലിനെതിരെ പെനാൽറ്റി പോയി പറഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ട, എല്ലാടെയും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എണ്ണം. രണ്ടാമതൊരു കപ്പ് അടിച്ചാൽ മൊട്ട അടിക്കും, മീശം പഠിച്ചോളും ഞാൻ. എന്റെ നോക്കാലോ നമുക്ക്.